അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഈദ് ഡേയ്സിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇത് സൈഫുക്ക എനിക്ക് റൈറ്റ് ഹാൻഡിൽ മൈലാഞ്ചി ഇട്ടെന്നാണ് കേട്ടോ. പിന്നെ ഇടത്തെ കയ്യിൽ ഞാൻ തന്നെയാണ് ഇട്ടുണ്ടായിരുന്നത്. ഈ പെരുന്നാൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ സാധനം വാങ്ങിക്കാനും ഒക്കെ ഉള്ള തിരക്കുകളുണ്ടായിരുന്നു, ക്ലീൻ ചെയ്യാനും ഒക്കെ ഉള്ള. പിന്നെ പോരാത്തതിന് ഞാൻ എടുത്ത ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഒരു ഷൂ ഹാമ്പർ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ചെയ്തിട്ടുള്ള വർക്കാണിത്. ആക്ച്വലി ഇത് 31-ന് കൊടുക്കേണ്ട സാധനമാണ്. അപ്പോൾ 31-ന് പെരുന്നാളായാലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അത് 30-നാണ് പെരുന്നാളുണ്ടായത്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ 31-ന് തന്നെ ഡെലിവറി ചെയ്തത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ക്ലീനിങ്ങും ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് ഫുള്ള് തിരക്കിലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കിടക്കുന്ന സമയത്ത്. അങ്ങനെ പിന്നെ മോർണിംഗിൽ എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി. എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മെഹന്തി ഇങ്ങനെ നോക്കായിരുന്നു കേട്ടോ. ഓറഞ്ച് കളറായിട്ടേ ഉള്ളൂ. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ ഒന്നുകൂടി ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവാറുള്ളത്. പിന്നെ ഞാൻ കുറേ ക്ലിപ്സൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊന്നിനും സമയം കിട്ടിയില്ല. എന്താ പറയുക, ഒരു എയിം കിട്ടുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ഒരു ഈദ് മുബാറക്കിൻ്റെ DIY കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു മൂണൊക്കെ ഗ്ലിറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ എടുത്ത് നോക്കിയതായിരുന്നു. അങ്ങനെ പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. അങ്ങനെ ഫസ്റ്റ് നമുക്ക് രാവിലത്തേക്കുള്ള പത്തിരിയും കോഴിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാനുള്ളത്. അത് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്നല്ല, നമുക്ക് പുറത്ത് പോയിട്ട് പാർക്കിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അത് നമ്മൾ ഒറ്റയ്ക്കല്ല, സൈഫുഖാൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്, ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത് ഇതുണ്ടാക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ മോർണിംഗ് അധികം പെരുന്നാളിന് സിമ്പിളായിട്ട് എന്തെങ്കിലും ആണ് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സൈഫുഖാൻ്റെ കസിൻസും ഉണ്ട്, പിന്നെ എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പം അവനും ഉണ്ട്. അങ്ങനെ പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മളിങ്ങനെ പാർക്കിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ആ ഡ്രസ്സൊക്കെ മാറി. ഈ ഒരു വളമൊക്കെ ഓർമ്മയില്ല, ഞാൻ കഴിഞ്ഞ ഏത് ഷോപ്പിങ്ങിലിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുള്ള. അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ പോകുന്ന വഴി നമുക്ക് ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡ് ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബാക്കി എല്ലാവരും പോയി, പിന്നെ ഞാനും സൈഫുക്കായും മക്കളുള്ളത്. അപ്പം ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഫാമിലി ഫോട്ടോ രാവിലെ തന്നെ എടുക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ആയിരിക്കുമല്ലോ. അങ്ങനെ ട്രൈപോഡ് എടുത്ത് കൈമ പിടിച്ചാണ്. അങ്ങനെ കാറിലെത്തിയതിന് ശേഷം പിന്നെ സൺസ്ക്രീൻ എടുക്കാൻ വിട്ടുപോയിട്ട് പിന്നെയും തിരിച്ചങ്ങോട്ട് വന്ന്, കാരണം ഭയങ്കര വെയിലുണ്ടായിരുന്നു. അങ്ങനെ സൺസ്ക്രീൻ എടുത്ത് വന്നു. അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ ഇപ്പം പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ മുഷരിഫ് പാർക്കിൽ നിന്നാണ് നമ്മൾ കുക്കിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവിടെ പോവാണ് ഞങ്ങള് ഒരു പരിപാടിക്ക്. സൗണ്ട് കള്ളം കൊണ്ടുപോയി. പാർക്ക് പോവാ? എന്തിനു പോവാ? കളിക്കാനോ? അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ സൈഫുക്കാക്ക് ജലദോഷവും തൊണ്ടവേനയും അങ്ങനെയൊക്കെ വന്ന് പെട്ടു കേട്ടോ. അതാണ് സൗണ്ടൊന്നും ഇല്ലാത്തത്. അങ്ങനെ പിന്നെ നമ്മളതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അവൻ പറയാനോൺ പാർക്കിലേക്കാണ് പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ വരുന്ന വഴി നല്ല വെയിൽ, നമ്മൾ വിചാരിച്ചതിലും നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ അതുവരെ അത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പാർക്കിൽ നിന്നൊക്കെ ഫുഡ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായത് കേട്ടോ. കാരണം നോമ്പായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഈ ഒരു ടൈമിലൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല വെയിലായിരുന്നു. അങ്ങനെ പാർക്കിലെത്തിയപ്പോൾ നല്ല പണി കിട്ടി എല്ലാവർക്കും. നല്ല വെയിലായി. പിന്നെ സാധനങ്ങളൊക്കെ കെട്ടി വലിച്ച് പോയതുമാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ സെറ്റാക്കി. പക്ഷേ വെയിൽ കൊണ്ട് ഒരു വിധമായിരിക്കും എല്ലാവരും. അങ്ങനെ
പിന്നെ നമ്മൾ കൈ പിടിച്ചൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഗാസിയും വന്നിങ്ങനെ ഞങ്ങൾ പിടിക്കുന്നത് കണ്ടിട്ട് വന്നിങ്ങനെ ഓനും വന്ന് പിടിക്കുകയാണ് കേട്ടോ കൈക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെറുതായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു, ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മളിതാ മുഷരിഫ് പാർക്കിലേക്ക് പോവാണ് കേട്ടോ. ദുബായിലാണ് മുഷരിഫ് പാർക്ക് വരുന്നത്. അവിടെ അങ്ങനെ നമുക്ക് BBQ ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ വെയിലാവുമ്പോൾ നല്ല വെയിലുണ്ടാവും കേട്ടോ, അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ നമ്മൾ ഇത്ര വെയിലൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഒന്ന് താന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 ദിർഹംസോ അങ്ങനെ എന്തോ എൻട്രി ഫീ വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, മറ്റവരൊക്കെ കസിൻസും എൻ്റെ ബ്രദറും അമ്മോനെ അവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അവരവിടെ ഓരോന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ബിരിയാണിയാണ് വെക്കാൻ വിചാരിച്ചത്, കാടയാണ് കേട്ടോ വെക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഇവിടെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, BBQന് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഓരോ ഏരിയാസ് ഉണ്ടാവും കേട്ടോ, ഓരോ സെക്ഷനായിട്ട്. അത് വലിയൊരു പാർക്ക് തന്നെയാണ്. അപ്പം ഇവിടെ നമുക്കതുപോലെ കുക്ക് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു പാർക്ക് നമ്മുടെ നിയറസ്റ്റ് കുറേ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ആ ലൊക്കേഷൻ അടുത്തുള്ള പാർക്കിങ്ങിൽ ആണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്ന ആ സമയത്ത് തന്നെ സെഫ്ഖാനും മൂത്ത അമ്മോനും പിന്നെ എളാപ്പയും അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ കുറേ വിറകും അങ്ങനെ കുറച്ച് പാത്രവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് ഓരോന്നും നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന പണികളാണ്. അപ്പം ഇതാണ് കേട്ടോ എളാപ്പ, സെഫ്ഖാൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെ അവരുടെ സ്കൂട്ടർ അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ പാർക്കിൽ നിന്ന്. ഗാസിക്കാണെങ്കിൽ അത് ബ്രേക്ക് പിടിക്കാനൊന്നും അറിയില്ല. അപ്പം ഭയങ്കര കുറേ വട്ടമായിട്ട് അതുമേൽ ഇങ്ങനെ വീഴും, പക്ഷെ അത് ഇല്ലാണ്ടിട്ട് സമ്മതിക്കുകയില്ല. അങ്ങനെ നമ്മുടെ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ഇവിടെ കാട കേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് അമ്മേമ്മൻ്റെ മോനും പിന്നെ ഒന്ന് ഇത് എൻ്റെ ബ്രദറുമാണ്. ഇവിടെ BBQ ചെയ്യുന്നൊക്കെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ പുറത്തായിട്ട് പിന്നെ എക്സ്ട്രാ കല്ല് വെച്ചിട്ട് അടുപ്പും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വലിയ അമ്മോൻ കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാട ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പം അത് കഴുകിയൊക്കെ റെഡിയാക്കി അപ്പോൾ അത് പൊരിച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടി മസാല ഇടലും കാര്യങ്ങളൊക്കെ ആവണം. അപ്പോൾ ഇതാണ് ഇവിടെ രണ്ടാമത്തെ അമ്മോന്, പിന്നെ മെയിൻ കുക്കാണ് കേട്ടോ ഇന്നത്തെ ബിരിയാണീൻ്റെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ സീക്രട്സ് ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്തിടരുത് എന്നൊക്കെ. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് സെഫ്ഖാൻ്റെ അവിടെയുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ, വലിയാപ്പൻ്റെ ഒക്കെ ഫാമിലിയിലുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ ഈ UAE-യിലുള്ളവരൊക്കെ അബുദാബിയിലുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് വെയിൽ കൊണ്ടൊരു സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ എന്താ ഇവിടെ പൊരിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനല്ല BBQന് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ ഇതിൻ്റെ തീൻ്റെ ചൂടും ഓൾറെഡി ഉള്ള വെയിലിൻ്റെ ചൂടും എല്ലാം കൂടെ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തൊടൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ മൈക്കും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് അങ്ങനെ പാടാന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ പാടുന്നുണ്ടായിരുന്നു. പിന്നെ സോങ്ങൊന്നും ഞാനിതിൽ വെക്കുന്നില്ല കേട്ടോ, ഇനി കോപ്പിറൈറ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റ് വന്നിട്ട് പിന്നെ ആവില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ സോങ്ങൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തത് കേട്ടോ.
ഇതാ മസാല ഒക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇത് സെഫുഖാൻ്റെ ഇളയ അമ്മോനും മക്കളും ഒക്കെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മായി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരെല്ലാം ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി ദമ്മിടുന്ന പരിപാടിയാണ്. അങ്ങനെ ഇതാ ദമ്മൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള അവിടെ ഏരിയ ഒക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് അധികം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ പൊടിക്കാറ്റ് വരുമോ എന്നുള്ള. നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും 3 മണിയൊക്കെ ആയിക്കും നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ. അപ്പോൾ കുറച്ചൊന്ന് വെയിൽ താന്നിട്ടുണ്ട്, ചൂട് താന്നിട്ടുണ്ട്. വെയിലുണ്ടെങ്കിലും ചൂടുണ്ടാവുമല്ലോ ഇവിടുത്തെ, അത് കുറച്ച് താന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി റെഡിയായി വിളമ്പാൻ പോവാണ്. അതാ നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കാക്ക വയ്ക്കുന്ന ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞില്ല മൈക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ പാടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾ രണ്ടാളും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നല്ലൊരു ഗെറ്റ് ടുഗദർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിന് നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു. ഇത് മോന്റെ ഗിഫ്റ്റാ, ഷർട്ട്. അതും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? വീഡിയോ പറഞ്ഞോടി പറഞ്ഞോടി. ഈ ഒരു പരിപാടിയെ പറ്റി താങ്കളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി നീയല്ല ബിരിയാണിയെ പറ്റി പറയണ്ട, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിനെ പറ്റി നീയല്ല പറയും. നിങ്ങളല്ല സ്ലാങ് തന്നെ മാറി. വീഡിയോ എടുക്കുമ്പോ അതുവരെ ഇങ്ങി എന്ന് പറഞ്ഞ ആളാ. കുടുംബത്തിലെ മൂത്ത കാരണവർ എന്തെങ്കിലും പറയണ്ടോ? അല്ല, എളാപ്പ വെച്ച ബിരിയാണിനെ പറ്റിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അടിച്ചുപൊളിയാണ്. കുടുംബത്തിലെ രണ്ടാമത്തെ കാരണവർ. Oh,
പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈദിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം ചെറിയൊരു വീഡിയോ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു ക്ലിപ്പ് എടുത്താണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.